അവര് റിഗ്രറ്റ് ചെയ്യണം. അവരിനി അത് ആരുടെ അടുത്തും പോയി ചെയ്യാൻ പാടില്ല. ഒരു പബ്ലിക് സ്പേസിൽ പറയില്ല എന്ന് തീരുമാനിച്ചാലല്ലേ നമുക്കത് പറ്റും. എടാ ഇനിയിപ്പോ വല്ല മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒറ്റയ്ക്ക് വിളിക്കും എന്നൊക്കെ ചോദിച്ചപ്പോ അമ്മ ഇങ്ങനെ ഒരേ പാനിക്കായിരുന്നു. അല്ല നീ ബിക്കിനി ഇട്ട് വല്ലതും എങ്ങാനും നിൽക്കുക, എന്നാലേ സാറ് വെക്കണം. ഇഫ് യു വെയർ ഗ്ലാമറസ് ക്ലോത്ത്സ് ഐ പുട്ട് യുവർ ഫോട്ടോ എന്ന് പറഞ്ഞു. ഇതെന്നെ കളിയാക്കാൻ വേണ്ടി, കളിയാക്കാനല്ല, അല്ല నాకు టీ కావాలి, టీ ఇవ్వండి, എനിക്ക് ചായ വേണം, എനിക്കൊരു സ്റ്റൈൽ, എനിക്കൊരു ബോഡി. ഒരെണ്ണത്തിന് വളർത്തി എനിക്ക് മതിയായി, ഇനി ഒരെണ്ണം കൂടെ വളർത്താൻ വയ്യാന്ന്. അതുകൊണ്ട് പിന്നെ അത് അമ്മ എന്നെ ഇവിടെ നാണം കെടുത്തി കൊല്ലോലോ ഭഗവാനേന്നൊക്കെ. സെലിബ്രിറ്റി ടോക്കിലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം മാനസ രാധാകൃഷ്ണനാണ്. ഹലോ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിരിക്കുന്നു. എനിക്ക് തോന്നണേ നമ്മൾ മാനസ എന്ന് പറയുമ്പോഴേ കുറേ പേർക്കൊക്കെ ഒരു കുട്ടി എന്നൊരു തോന്നലാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഈ കുറച്ച് മൂവീസിലൊക്കെ അഭിനയിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ അറിയില്ലേ ബേബി ആരാധ്യ, ബേബി നയൻതാര, അവരൊക്കെ വളർന്ന് വലുതായെങ്കിലും സ്റ്റിൽ നമ്മുടെ മനസ്സിൽ അവരിപ്പോഴും കാണുമ്പോൾ ചെറിയ കുട്ടി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും പണ്ടത്തെ ഫോട്ടോസൊക്കെ പെട്ടെന്ന് കയറി വരും. അപ്പോൾ ചെറിയ കുട്ടിയായിട്ടാണെങ്കിൽ, പക്ഷെ ഞങ്ങളിപ്പോൾ വളർന്നു വലുതായി എന്നൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ടിങ്, കണ്ണീരിനും മധുരം എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പോൾ ആ മൂവിയിൽ എങ്ങനെയാണ് ശരിക്കും സ്റ്റാർട്ടിങ്? ഓഡിഷൻ വഴിയാണോ അതോ ഇങ്ങനെ കൊച്ചു സുന്ദരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചതാണോ? ഫോട്ടോ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം സുന്ദരിയാണ്, അന്നും സുന്ദരിയാണ്, ഇന്നും സുന്ദരിയാണ്, ഇന്ന് കുറച്ച് സൗന്ദര്യം കൂടി. അല്ല, അപ്പൊ എങ്ങനെയായിരുന്നു? ഓഡിഷൻ ആയിരുന്നോ അതോ ഈ കോൾ? അത് ആ സമയത്ത് ഞങ്ങൾ ദുബായിലായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ വരുന്ന സമയം സിദ്ധു പനക്കൽ എന്ന് പറഞ്ഞിട്ട്, സിദ്ധു അങ്ങള് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ആ മൂവിയുടെ. അപ്പോൾ അവരിങ്ങനെ നോക്കുമായിരുന്നു ആ ഏജിലുള്ള കുട്ടികളെ വേണം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് എന്നെ ഇങ്ങനെ പോയി കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ചെറുതിലെ ഇങ്ങനെ ഭയങ്കര ടോക്കറ്റീവും, ഇപ്പോഴത്തെ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോയി കണ്ടിട്ടാണ് ആ മൂവി കിട്ടിയത്, രഘുനാഥ് പലേരി അങ്കിളുടെ. ശരിക്കും സിനിമ തന്നെയായിരുന്നു ആഗ്രഹം ചെറുപ്പം മുതലേ? അങ്ങനെ ഇപ്പൊ സിനിമയുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഫാമിലിയിൽ ആരും ഇല്ല, അങ്ങനെയുള്ളവർക്ക് സിനിമ ഒരു എന്താ പറയാ, ഒരു ഡെഫിനറ്റ് ഡ്രീം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ സ്പോർട്സ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കില്ലോ ഇതേപോലെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിരുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പോലെ വിചാരിക്കാന്നല്ലാതെ നമുക്ക് അറിയില്ലല്ലോ സിനിമ ശരിക്കും നമുക്ക് കിട്ടുമോ ഇല്ല. ഫാമിലിയിൽ അങ്ങനെ ആരും ഫിലിം ഫീൽഡിലൊന്നും ഇല്ല. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ വന്നു, പിന്നെ അതിന് ഡ്രീം അങ്ങനെയായി. മാനസ ശരിക്കും അബ്രോഡ് ആയിരുന്നല്ലേ? ചെറുതിലെ ഞങ്ങൾ ദുബായിൽ അവിടെയായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എപ്പോഴാ പോകുന്നത്? 10th കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ വന്നത്. അവിടെ വന്നു. ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ എത്ര കാലമായി? ഇപ്പൊ കൊച്ചിയില് 2014 മുതൽ 14 മുതൽ ഇവിടെ 10 years. അപ്പൊ എന്താ അവിടുന്ന്, അതായത് അവിടെ പഠിച്ചതൊക്കെ അവിടെ തന്നെയല്ലേ? 10th വരെ ഞാൻ അവിടെ ആയിരുന്നു. പെട്ടെന്ന് എന്താ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരണം? എനിക്ക് മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ പിന്നെ ഇവിടെ വന്ന് 11th 12th പിന്നെ കോച്ചിങ് ഒക്കെ ചെയ്താലാണല്ലോ പറ്റും, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ ദുബായിലെ സ്റ്റഡീസും നമ്മുടെ നാട്ടിലെ സ്റ്റഡീസും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് അറ്റ്മോസ്ഫിയർ ഒക്കെ വിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ചോദിച്ചാൽ അല്ല, ഫ്രണ്ട്സ് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ CBSE തന്നെയാണ് അവിടെയും പഠിച്ചത്. ഓക്കെ. പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ശരിയാണല്ലോ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അല്ലാതെ എവിഡന്റ്ലി അങ്ങനെ ഭയങ്കര ചേഞ്ചസ് തോന്നിയില്ല, ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ദുബായ് ലൈഫ് മിസ് ചെയ്യുന്നൊന്നുമില്ല? അതുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന സമയമാണ് ലുലു ഇവിടെ വന്നത്. എന്ന് വെച്ചാൽ ആ 2014 ആ സമയത്താണ് ലുലു ഓപ്പൺ ആയി തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഇതായിരുന്നു. അവിടെ ലുലു ഷോപ്പിങ്ങിന് അത് തൊട്ടടുത്തല്ലേ. അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയാണോ ദുബായ് ആണോ നല്ലത്? ഇപ്പൊ ഞാൻ കൊച്ചി എന്ന് പറയും. അപ്പൊ ദുബായ് ഇല്ല? ഇപ്പൊ ഞാൻ കൊച്ചിയിൽ ഇപ്പൊ 10 years മുകളിലായിരുന്നു. എനിക്ക് കൊച്ചി ഇഷ്ടം. അപ്പൊ ലേറ്റസ്റ്റ് മൂവി എന്ന് പറയുന്നത് വ്യൂഹാണ്, തെലുങ്ക് മൂവി. അതെ. ഓക്കെ. വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യന്റ് ഡയറക്ടർ രാം ഗോപാൽ വർമ്മയ്ക്കൊപ്പം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു RGVക്കൊപ്പം ഉള്ള വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ എല്ലാവർക്കും അറിയാലോ പുള്ളിയുടെ ഒരു സോഷ്യൽ മീഡിയ ഇമേജ് ഇപ്പൊ കറന്റ്ലി എങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് കോൾ വന്നപ്പോ തന്നെ എക്സൈറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്കായാലും എടാ ഇനിയിപ്പോ വല്ല മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒറ്റയ്ക്ക് വിളിക്കും എന്നൊക്കെ ചോദിച്ചപ്പോ അമ്മ ഇങ്ങനെ ഒരേ പാനിക്കായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ, നമുക്ക് ആകെ ഇപ്പൊ സാറിനായാലും മീഡിയയിൽ മാത്രമേ പിന്നെ പുള്ളിയുടെ മൂവീസ് മാത്രമല്ലേ അറിയുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇത്രയും സേഫായിട്ട് ഇങ്ങനെ എന്താ
ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, വിചാരിച്ച പോലെയല്ല ആള്. ഒട്ടുമല്ല, ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പം എല്ലാ ആക്ടേഴ്സിന്റെ ആ സെറ്റിലുള്ള എല്ലാ ആക്ടേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ നമ്മളൊരു കപ്പ് പറയണ, അയ്യോ ഈ കപ്പ് എനിക്ക് ഷോട്ടിന് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഇല്ല മാറ്റി വേറെ കൊടുക്ക്. അങ്ങനെ അപ്പം ഒരു ഇതും ഇല്ലാതെ എന്താ ഒട്ടും ഡിസ്കംഫർട്ട് വരുത്തരുത് എന്ന് നിർബന്ധമുള്ള ഒരു ഡയറക്ടറായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു ഇതേ അല്ലല്ലോ, അല്ല പുറത്തുള്ള ഇമേജ് അല്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കോൺട്രവേഴ്ഷ്യൽ ഡയറക്ടർ എന്നൊക്കെയാണ് ആളെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിൽ അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നു, അയ്യോ ഇങ്ങനത്തെ ഒരാളാണ്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സിനാണെങ്കിൽ അവർ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ അവരെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പുള്ളിയുടെ ഒരു ഫിൽമോഗ്രഫി വെച്ചിട്ട് അതിനെപ്പറ്റി നേരത്തെ ചെയ്ത വർക്ക് വെച്ചു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറെ എന്താ പറയുക, അറിയാലോ അതൊക്കെ പറ്റി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുമ്പോഴാണ് ഏറ്റവും കോമഡി. സോക്സ് ഇട്ട് പോകണം, ലൊക്കേഷനിലെ വീഡിയോ, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ, അത് ഭയങ്കര വൈറലായിരുന്നല്ലേ. ശരിക്കും അതിൽ എന്താ സംഭവിച്ചത് കേക്ക് കട്ട് ചെയ്യുമ്പോ? ഞാൻ എന്ന് വെച്ചാൽ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രാവിലെ. അപ്പോൾ സാറിന്റെ തന്നെ ഒരു ബിൽഡിങ്ങിലാണ് ഈ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഗ്രീൻ മാറ്റ് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് എടുത്തോണ്ടിരുന്നു, സോങ് കട്ട് പോലെ എന്തോ. അപ്പൊ ഞാൻ എന്നിട്ട് ഇവരെന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴല്ലേ വിഷമം വരുള്ളൂ നമുക്ക്, അവർ വിഷ് ചെയ്തില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ കയറി ചെന്നപ്പോ തന്നെ ഇങ്ങനെ ടീമിലുള്ളവരൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ചെറിയ പ്രതീക്ഷ വന്നു തുടങ്ങി, എങ്ങാനും എന്തായാലും സെലിബ്രേറ്റ് ചെയ്യും, ഒന്ന് സെലിബ്രേറ്റ് ചെയ്താലും ചെറിയ കേക്കെങ്കിലൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്താലോ. പക്ഷെ പിന്നെ അനക്കൊന്നുമില്ല. ഉച്ചയായപ്പോൾ ആരും കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു തീർന്നു എന്ന് വെച്ചാൽ എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനല്ലേ ചിലപ്പോൾ കട്ട് ചെയ്യുള്ളായിരിക്കും, അപ്പൊ ആരെയും കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ആഗ്രഹിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ കഴിക്കാനൊക്കെ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പോയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ നിൽക്കുന്നു. എന്നിട്ട് വലിയൊരു കേക്കൊക്കെ, എന്നിട്ട് അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ടു ആർ ഡിയർ ഭാരതി, അതായിരുന്നു എൻ്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എന്താ സെന്റിയായി. പിന്നെയാണ് ആ വീഡിയോ എടുത്തത്. അതിൽ ആ കേക്ക് കെട്ടിയതില്ലേ, നമ്മള് മാനസ തന്നെയല്ലേ അത് പോസ്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ താഴെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ബി കെയർഫുൾ മാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയാണോ കേക്ക് കെട്ടിയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ വീഡിയോയിൽ മാനസ തന്നെ ഞെട്ടിയിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും സാറ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ കേക്ക് ഇങ്ങനെ കത്തി വെച്ച് സ്റ്റാബ് ചെയ്യുന്ന പോലെ. എന്റെ സാർ തന്നെ പറയുന്നുണ്ട് ദിസ് ഇസ് ദ ഡെൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ പുള്ളിയുടെ ബിൽഡിങ്ങിന്റെ പേര് RGV ഡെൻ എന്നാ. അപ്പൊ അവിടെ കേക്ക് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാ എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. അതായത് RGV ഒരിക്കൽ ബർത്ത്ഡേക്ക് പറഞ്ഞതാണ്, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഇതില് ബർത്ത്ഡേ എന്ന് പറയുന്നത് ഡെത്ത് ഡേ ആണ്. അപ്പൊ അത് ആരെങ്കിലും വിഷ് ചെയ്യുന്നതൊന്നും ആൾക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വെച്ചിട്ട് പറയാത്ത. പക്ഷെ ആ വീഡിയോ ഭയങ്കര വൈറലായിട്ടോ, ഒരുപാട് കമന്റ്സും ഒക്കെ. എനിക്ക് ആ ബി കെയർഫുൾ മാം എപ്പോഴും എനിക്കത് ചിരി വന്നത്. അത് ഞാൻ ആദ്യം മൂവി തുടങ്ങുന്ന സമയത്ത് ഇട്ടപ്പോഴേ ഇങ്ങനെയൊക്കെ യു ആർ ഡൂയിങ് എ ബിഗ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ കമന്റ്സ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ, സോക്സ് ഇട്ട് പോണം എന്നാരോ മലയാളത്തില് മറ്റൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ. RGV തന്നെയാണോ ഡയറക്റ്റ് വിളിക്കുന്നത് ഈ ഫിലിമിലേക്ക്? ആദ്യം പുള്ളിയുടെ ടീമിൽ ഒരു ആളാണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ RGVയുടെ ടീമിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. അപ്പൊ ഞാൻ മെസ്സേജ് നോക്കിയിട്ട് ശരി എന്ന് പറഞ്ഞ് അടച്ചു വെച്ചു. കാരണം ഇങ്ങനെ ഫേക്ക് മെസ്സേജസ് ഒക്കെ ഇഷ്ടം പോലെ വരാറുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചു. അപ്പോൾ ഫോൺ വിളിച്ചിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴും എനിക്ക് വിശ്വാസമാവുന്നില്ല. എന്നിട്ട് പുള്ളി ഇങ്ങനെ മൂവിയുടെ ബാക്കി ഡീറ്റെയിൽസും ഇങ്ങനെ സീൻസ് ഒക്കെ അയച്ചു തന്നപ്പോഴാണ് എനിക്കിതായത് വിശ്വാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ നിൽക്കുക, 4 മണിക്കൊന്നും നോക്കിയപ്പോഴത്തേക്കും ഒരു മെസ്സേജ്. അപ്പം DP-യിൽ ഇങ്ങനെ സാറിന്റെ പടം. അപ്പൊ ഞാൻ ചോദിച്ചു അയ്യോ ആരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്ലീസ് കോൾ വെൻ യു ആർ ഫ്രീ -RGV എന്ന് കിട്ടുന്നു. പോലെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് സാർ ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഓ മൈ ഗോഡ് യു സൗണ്ട് ലൈക്ക് എ വെരി ലിറ്റിൽ കിഡ് എന്നൊക്കെ പറഞ്ഞു. എന്റെ ശബ്ദം ഭയങ്കര, അത് എന്റെ ക്യാരക്ടർ കുറച്ച് മെച്ചുവേർഡായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ പോയി കോസ്റ്റ്യൂം ലുക്കൊക്കെ ഈ RGVയുടെ ഒരു സംഭവം ഇപ്പൊ വൈറലായിരുന്നു. അതായത് ആളൊരു മോഡലിനെ അന്വേഷിച്ചിട്ട് ഒരു പോസ്റ്റ് ഒക്കെ ട്വീറ്റ് ചെയ്തിരുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പൊ ആള് ആ കുട്ടിയുടെ പേര് ആരാധ്യ എന്നായിരുന്നു. അപ്പൊ ഫോട്ടോ ഒക്കെ ആളുടെ സ്റ്റുഡിയോയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. ഇനി അതുപോലെ വെക്കുമോ ഫോട്ടോ ഒക്കെ? അത് അങ്ങനത്തെ ഒരു ജോണറിലുള്ള ഫോട്ടോസ് ആണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നിട്ട് സാറിന്റെ അടുത്ത്, സാർ എന്താ എന്റെ പടം മാത്രം ഇല്ലാത്ത, എന്റെ മാത്രം എന്താ വെക്കാതെ? എന്നിട്ട്
അപ്പൊ ആ സമയം സാർ ശരിക്കും ടോപ്പ് ഫ്ലോർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്ഥലം കൊള്ളാം, എന്റെ ഫോട്ടോ ഇവിടെ വെക്കുമായിരിക്കും എന്തായാലും. അപ്പൊ സാർ പറഞ്ഞു ഇല്ല ഇല്ല, എന്താ ഇഫ് യു വെയർ ഗ്ലാമറസ് ക്ലോത്ത്സ് ഐ പുട്ട് യുവർ ഫോട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ. എന്നിട്ട് അപ്പൊ നമ്മുടെ അജ്മലിക്ക ഉണ്ട് കൂടെ. അപ്പൊ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ആ സാറിന് മുമ്പിൽ വെച്ച് തന്നെയാ പറയണം, അതൊന്നുമില്ല, നീ ബിക്കിനി ഇട്ട് വല്ലതും എങ്ങാനും നിൽക്കുക, എന്നാലേ സാറ് വെക്കുള്ളൂ. അപ്പൊ നമ്മളിതിങ്ങനെ കാഷ്വലി പറഞ്ഞ് സാറിനെ കളിയാക്കും, ചിരിക്കും. ആള് പക്ഷെ മൊത്തത്തില് ഫണ്ണിയാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. സാറ് ഭയങ്കര ഫണ്ണിയാ ശരിക്കും. എല്ലാ എന്താ ഇപ്പൊ സീരിയസ് സീൻ എടുക്കുകയാണെങ്കിൽ പോലും അതിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനാറിയോയിലാണെങ്കിൽ പോലും സാർ അതിനൊരു കോമഡി ആക്കി പറയും. അപ്പൊ പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇത് ആലോചിച്ചിട്ടായിരിക്കും ചിരിക്കരുത് ചിരിക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഈ മൂവി മാനസ തന്നെയാണോ ഡബ് ചെയ്തതൊക്കെ? അല്ല, ഞാനല്ല ഡബ് ചെയ്തത്. അല്ല, ഓക്കെ. അവിടെ ചെന്നിട്ട് തെലുങ്ക് എന്തെങ്കിലും പഠിച്ചിരുന്നു? തെലുങ്ക് മൂവി അല്ലേ, എന്തെങ്കിലും പഠിച്ചിരുന്നു? തെലുങ്ക് അത്യാവശ്യത്തിന് ഒരു ഡയലോഗ് പറ, തെലുങ്കിൽ എന്തെങ്കിലും പറ. നാക്കു ടീ കാവാലി, ടീ വേണ്ടി, എനിക്ക് ചായ വേണം. എനിക്ക് തെലുങ്ക് അറിയില്ല, അപ്പൊ ഇത് തെലുങ്കാണോന്ന് എനിക്കറിയില്ല. അവിടെ മമ്മ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ചായ, നാക്കു ടീ കാവാലി, എനിക്ക് ചായ വേണം. നാക്കു ടീ കാവാലി, കാവാലി, എനിക്ക് ചായ വേണം. പിന്നെ ടീ വേണ്ടി, ടീ തരൂ. ഇത് കാണുന്നവർ ഇതിന്റെ താഴെ കമന്റ് ഇടണം കേട്ടോ, ഇത് തെലുങ്കാണോന്ന്. എനിക്ക് തെലുങ്കൊന്നും അറിയില്ല, മലയാളം തന്നെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോകുന്നതെന്നൊക്കെ. ഓക്കെ, വേറെ അത്രയും പോരെ? ഇതിൽ എന്ത് വേണമെങ്കിലും വേണം, വേണം, തരൂ. ഇതിൽ സാധനം മാറ്റിയിട്ടാ മതി. ഫുഡ് കാവാലി, ഫുഡ് വേണ്ടി, ഇതിനെ മാറ്റി മാറ്റി യൂസ് ചെയ്യും. ഇപ്പൊ തെലുങ്കിൽ ഓൾറെഡി അഭിനയിച്ചു. അപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ആണോ കുറച്ചുകൂടെ, തെലുങ്ക് ഇൻഡസ്ട്രി ആണോ, ഏതാ കുറച്ചുകൂടെ കംഫർട്ടബിൾ? ഇത് എല്ലാരും ചോദിക്കുമെങ്കിലും എനിക്കിപ്പോഴും ഇതിനൊരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വേറൊരു സാധനം, ഇത് വേറൊരു സാധനം. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, നമ്മൾ ആ ഫ്രീ ആയിട്ട് ഇപ്പം നമുക്ക് ഇപ്പം ലാംഗ്വേജിൻ്റെ കാര്യമായാലും നമുക്ക് ആൾക്കാരെ അറിയുന്നതായാലും അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫ്രീഡം അല്ലേ, അത് നമുക്ക് മലയാളത്തിലുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് അതിൽ നിന്ന് മാറിയുള്ള എക്സ്പീരിയൻസ് എന്നാൽ കുറച്ചും കൂടെ ഒരു ഇപ്പം അവിടെ ഇപ്പം നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു മൂവി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെയുള്ള ആൾക്കാർക്കും അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. എന്ന് വെച്ചാൽ ഓ നിങ്ങൾ സിനിമയിലുള്ളതാണോ, അത് ആ സിനിമ എന്നുള്ളൊരു ടാഗേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ആരാധോ നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാവുന്ന ഒന്നും പ്രശ്നമല്ല അവർക്ക്. അപ്പം അത് വേറൊരു ഫീലിംഗ്. പക്ഷെ മലയാളം എന്ന് പറയുന്നത് എന്നും നമുക്ക് ആ വീട്ടിൽ വന്ന് കയറുമ്പോഴുള്ള സുഖം, പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോഴുള്ള സുഖം, ഇവിടെയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. പക്ഷെ വേറെ ലാംഗ്വേജസ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും, ഓഫ്കോഴ്സ്. അങ്ങനെ എനിക്ക് തോന്നുന്നു മാനസയ്ക്ക് കുറച്ചും കൂടിയും ആക്സെപ്റ്റൻസ് കിട്ടിയത്, അതുപോലെ ഭയങ്കര സപ്പോർട്ട് കിട്ടിയ ക്യാരക്ടർ ഇരവിപുരം ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാനസ രാധാകൃഷ്ണൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സജഷൻ വരിക ഈ ഇരവിപുരം ഡയറീസ്. ശരിക്കും അതിൽ ആ കല്യാണ പെണ്ണ് റോൾ ഉണ്ടല്ലോ, അതൊരു സംഭവമായിരുന്നു കേട്ടോ, അല്ലേ? അവരിങ്ങനെ ഓടി വന്ന് അത് ഒറ്റ സ്ട്രെച്ചിലാണോ ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞത്? പക്ഷെ എൻ്റെ ഇടയിൽ കട്ട്സ് ഉണ്ട്. ഞാൻ ചെയ്തപ്പോൾ അത് എൻ്റെ ബാക്ക് ഷോട്ട് ആയാലും ശരി, ഫ്രണ്ട് ഷോട്ട് ആയാലും ശരി, അത് വൺ ഗോയിലായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിന്റെ താഴത്തെ കമന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓ കല്യാണപ്പെണ്ണിന്റെ ഡയലോഗ് മാസ് ഡയലോഗ്, മരണ മാസ് ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് എങ്ങനെയാ, അത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ എന്താ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നത്? അതെന്താണെന്നറിയോ, അതൊരു 2017 ഞാൻ കാറ്റ് ചെയ്യുന്ന സമയത്ത്, അതിന് മുന്നേ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം. പക്ഷെ അപ്പോൾ ഇത് കുറേ നാള് എന്ന് വെച്ചാൽ റീച്ച് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നു. ഇടയിൽ എപ്പോഴും ഒരു സമയത്ത് എന്നുവെച്ചാൽ റീസെന്റ് ആണ് അത് ഭയങ്കര ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരും. അപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരും, ഇതെപ്പോ അതൊക്കെ ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തരും. അതിനായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുക എന്തെങ്കിലും ചെയ്തിരുന്നത്? കറക്റ്റ് നമ്മള് ശരിക്കും ഉള്ളെന്ന് വന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീൽ, നീ ആരാന്നൊക്കെ ചോദിക്കുന്ന സംഭവങ്ങളില്ലേ? എനിക്കറിയില്ല, അത് അതിനു വേണ്ടി അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. ഇപ്പോഴേ നമ്മുടെ സിനിമയിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഡിഫറെന്റ് റോൾസ് ഷോർട്ട് ഫിലിമിൽ കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ക്യാൻവാസ് അല്ലേ, അപ്പോൾ അതിനകത്ത് നമ്മുടെ ഏരിയ ചിലപ്പോൾ അതിലും ഒരു 20 മിനിറ്റ്സോ ഇതൊക്കെ ആയിരിക്കും. ഷോർട്ട് ഫിലിമിലും നമ്മുടെ ഇത് 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും എനിക്ക്. പിന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആകുമ്പോൾ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം എല്ലാവർക്കും. ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാ കുറച്ചുകൂടെ ആഗ്രഹങ്ങൾ? അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുമല്ലോ. എന്നാലും എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്താൽ പറയാൻ പാടില്ല. എന്നാലും ഉണ്ടായിരിക്കുമല്ലോ, എനിക്കിപ്പോൾ ഒരു ത്രില്ലർ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യണം, സീരിയസ് ആയിട്ടുള്ളത് ചെയ്യണം. ഇപ്പോൾ വ്യൂഹത്തിൽ ഒരു സീരിയസ് ക്യാരക്ടർ ആയിരുന്നു, ഇനി ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ? ആഗ്രഹമുണ്ട്. ഞാനിപ്പോ പൊതുവെ ഇങ്ങനെ ഒരു വിക്ടിം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ ഇങ്ങനെ പാവം. അപ്പം അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ചെയ്താൽ കൊള്ളാറുണ്ട്. ഇപ്പൊ ഒരു ത്രില്ലർ കണ്ടുപോവാണെങ്കിൽ ഒരിക്കലും ഈ ക്യാരക്ടർ ആയിരിക്കില്ല അത് ചെയ്തത്, പക്ഷെ
അറ്റ് ദി എൻഡ് ഓഫ് ദ മൂവി നോക്കുമ്പോൾ ആ ക്യാരക്ടർ ആയിരിക്കും അതിന്റെ പിന്നിൽ, അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളില്. അതായത് നമ്മുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് ആ ക്യാരക്ടർ ഓർമ്മ വരണം. അല്ല ഇപ്പൊ ആ സ്റ്റോറി നമ്മൾ കണ്ടുപോകുമ്പോഴായാലും ഇപ്പൊ ഒരു ക്രൈം നടന്നെങ്കിൽ ഒരിക്കലും ആ ക്യാരക്ടർ ആയിരിക്കില്ല, അങ്ങനെ നമ്മൾ ഒരു ഗസ് ഗെയിം നടക്കുമല്ലോ, അങ്ങനത്തെ സാധനം. ഇപ്പോൾ ഈ സിനിമയിലേക്കുള്ള ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ എങ്ങനെയാ, ഒറ്റയ്ക്കാണോ സെലക്ട് ചെയ്യുക അതോ അമ്മ ഹെൽപ്പ് ചെയ്യുമോ, എങ്ങനെയാ? അവരോട് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ അതോ സ്വന്തം ഡിസിഷനാണ്? അഭിപ്രായം ഓഫ് കോഴ്സ് നമ്മൾ വീട്ടിലിങ്ങനെ സംസാരിക്കും, ഇങ്ങനെയൊക്കെയാണ്. അതിപ്പോ ആർക്കായാലും ഉണ്ടാവില്ല അങ്ങനെ വീട്ടിലൊരു ഡിസ്കഷൻ, നമ്മളിപ്പോ ഒരു ഒപ്പീനിയൻ എടുക്കല് ഫസ്റ്റ് ലെവലില് ഉണ്ട്. ക്യാരക്ടേഴ്സ് വരുമ്പോൾ എന്താ കൂടുതലും നോക്കാറ്? ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടായിരിക്കുമല്ലോ, നമ്മളത് എന്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാറ്? ഇപ്പം എന്നെ പോലത്തെ ന്യൂ കമേഴ്സിന് ഈ പറഞ്ഞ പോലത്തെ ഓപ്ഷൻസ് കുറവാണ്. അപ്പൊ നമ്മള് വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പിക്ക് ചെയ്യും. ആ വരുന്ന ഓപ്ഷൻസിൽ മിക്കവാറും എല്ലാം ചെയ്യേണ്ടിയും വരും, കാരണം അത്ര അധികം ഓപ്ഷൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യം നോക്കുന്നത് ഡയറക്ടർ, ഹീറോ, പ്രൊഡ്യൂസർ, അങ്ങനത്തെ തന്നെയായിരിക്കും നോക്കുക. അങ്ങനെയാണ്. പിന്നെ ഇപ്പം അങ്ങനെ പേരൊന്നും പറയാനില്ല, എൻറ്റയർലി പുതിയൊരു ടീമാണെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് സ്റ്റോറി നമ്മുടെ ക്യാരക്ടർ ആയിരിക്കും നോക്കുക. അപ്പോൾ ഇനി ഞാൻ വേറൊരു സംഭവം, ഒരു സെഗ്മെന്റ് പോലെയാണ്. അതായത് ഞാൻ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്. സിമ്പിൾ എന്ന് പറയുമ്പോഴാണ് എനിക്ക് പേടി. സിമ്പിൾ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ, ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒപ്പം ലീഡിങ് റോള് ഒരേ ടൈമിൽ കിട്ടുന്നു. ഇത് രണ്ടിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതും ഒരേ ടൈമിലാണ്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സെലക്ട് ചെയ്യും? ഞാൻ എൻ്റെ ക്യാരക്ടർ നോക്കിയിട്ട് എടുക്കും. പക്ഷെ ഏതെങ്കിലും ഒന്ന്, എന്നാലും ഏതെങ്കിലും ഒന്ന്. അയ്യോ, ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആൻസർ എനിക്കറിയില്ല. രണ്ടും ലീഡിങ് റോളാണ്, ഏത് അഭിനയിച്ചാലും സെറ്റാന്നൊക്കെ. എനിക്ക് മമ്മൂക്കേനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊന്നുമല്ല, ഞാൻ മമ്മൂക്കേനെയാണ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, അമ്മ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലിംസിൽ അങ്ങനെ ഒരു കാഴ്ച അല്ലാതെ കുറച്ചുകൂടെ എന്താ. ഓക്കെ, അപ്പോൾ മമ്മൂക്കേനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ, മമ്മൂക്ക ഇന്റർവ്യൂ കാണട്ടെ എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻഡസ്ട്രിയിൽ ക്രഷ് തോന്നിയ ഒരു ആക്ടർ, മലയാളം വേണം ബോളിവുഡും വേണം? മലയാളം DQ. എന്താ റീസൺ? എന്താ? ഡിക്കിന്റെ സ്റ്റൈൽ, ഡിക്കിന്റെ ബോഡി. ഈശ്വരായിരിക്കും അങ്ങനെ ഡിക്കിന്റെ മൊത്തത്തിലുള്ള ഒരു ആംഗ്രി യങ് മെൻ ലുക്ക് നല്ല ഇഷ്ടമാണ്. ഇനി ബോളിവുഡില് ബോളിവുഡിൽ ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന്? ഇപ്പൊ കറന്റ്ലി രൺബീർ കപൂർ. ഫോർ എ ലോങ് ടൈം, പണ്ട് മുതലേ കുറെയൊക്കെ രൺബീർ കപൂർ അനിമലൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ക്രഷ് അടിച്ചതാണോ? അങ്ങനെയല്ല, എന്ന് വെച്ചാൽ ചെറുതിലേ മുതലേ ഇഷ്ടം, ചോക്ലേറ്റ് ബോയ് ആയിരുന്നപ്പോഴേ. അതെ. അപ്പോൾ DQയും രൺബീർ കപൂറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്റ്റാ പോസ്റ്റിൽ വന്ന കമന്റ്സ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചതും അതുപോലെ വിഷമിച്ചതുമായിട്ടുള്ള ഒന്ന്? ഈ പറഞ്ഞ പോലെ RGV സാറിന്റെ കൂടെയുള്ള പോസ്റ്റുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരി വരും. ഇവരിങ്ങനെയൊക്കെ അങ്ങനെ ഓർത്ത് വെക്കണ കമന്റ്സ് ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ മറ്റേ സോക്സ് ഇട്ട് പോണം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ അത് ചിരിച്ചത്. ഇനി വിഷമം തോന്നിയത്? വിഷമിച്ചതും അങ്ങനെ തന്നെ, എന്താ ഇങ്ങനെ ദിസ് മാൻ ഇസ് നോട്ട് ഗുഡ്, വാട്ട് ആർ യു ഡൂയിങ്, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഓരോന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാനസയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അധികം നെഗറ്റീവ് കമന്റ്സ് വരാത്തതെന്ന്. ഞാൻ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു ഇൻസ്റ്റയില്. അതല്ല, സാധാരണ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ആക്ട്രസ് ആയാലും ഇനിയിപ്പോ ആക്ടർ ആയാലും നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്ന ഒരു ടൈമാണ്. കുറെ ആൾക്കാർ അതിനെ മൈൻഡ് ചെയ്യും, കുറെ ആൾക്കാർ അതിനെ ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുറവാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അവരിപ്പം യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ യു ലുക്ക് സോ പ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന പോലെ തന്നെ അവർക്ക് നെഗറ്റീവ്സും പറയാനുള്ള ഓപ്ഷനും ഉണ്ട്. അതെ, പക്ഷെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെഗറ്റീവ് കമന്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു സൈബർ അറ്റാക്കിംഗ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് കാണാം. അപ്പൊ അത് എപ്പോഴെങ്കിലും അത് കൺട്രോൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് മാനസയുടെ കാര്യത്തിലല്ല, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം? ഓഫ് കോഴ്സ് അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യം തന്നെ. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസിൽ പറയില്ല എന്ന് തീരുമാനിച്ചാലല്ലേ നമുക്കത് പറ്റുള്ളൂ. ഇപ്പോൾ
അല്ലാതെ ഇപ്പൊ ചുമ്മാ ആൾക്കാർ അവരുടെ സന്തോഷത്തിന് ഓരോന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെച്ചാൽ സെലിബ്രിറ്റീസോ ആക്ടേഴ്സോ ഒന്നുമല്ല, വെറുതെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുമല്ലോ, ഇവർക്ക് വേറെ പണിയില്ല ഇവിടെ പോയിട്ട് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഇടാം. അവർക്ക് പോയി ഇഷ്ടപ്പെട്ട ഒരു ഹാപ്പി മൊമെന്റ് അവർ പോസ്റ്റ് ചെയ്തു. അതിലിപ്പോൾ നമ്മൾ ഇത്രയും ഒരു കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചിലവർ ആ ഫ്രീഡം ക്രോസ് ചെയ്ത് അത് വീട്ടിൽ പറയുന്നതിനെ മാറ്റി നേരെ അവരുടെ ഫോട്ടോയുടെ താഴെ തന്നെ അത് ഇടാനുള്ളൊരു ഗട്ട്സ് ഡെവലപ്പ് ചെയ്തു തന്നു. അപ്പൊ അതിനെ കൺട്രോൾ തന്നെ വേണം. ആരെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇപ്പൊ എന്തായാലും കുറെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ? അതായത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, അതിപ്പോ അറിയാലോ എങ്ങനത്തെ ടൈപ്പ് ഓഫ് മെസ്സേജസ്. മാനസ് തന്നെയാണോ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? വേറൊരു ആളുണ്ട്, എന്റെ അക്കൗണ്ടൊക്കെ ഞാൻ തന്നെ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇവരെന്താ ഇങ്ങനെ കഴിക്കുന്നത്. ഇപ്പൊ പിന്നെ ഒരു പേരും അഡ്രസ്സും ഇല്ലാത്തത് ആർക്കും എന്തോ അയക്കാം. അതാണ്. നോക്കിക്കഴിഞ്ഞാൽ 2 ഫോളോവേഴ്സ് 3 ഫോളോവേഴ്സ്, അല്ലെങ്കിൽ DP ഉണ്ടാവില്ല, DP വല്ല മരവും ചെടിയും ഒക്കെ അങ്ങനെ വെച്ചിട്ട് ആർക്കും എന്ത് ചെയ്യാം. ഇപ്പൊ തന്നെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും ഒരു മെജോറിറ്റി ആൾക്കാർ ഇപ്പോ പോസ്റ്റിന്റെ കമന്റ്സ് ഓഫ് ആക്കി ഇട്ടു തുടങ്ങി. അത് നമ്മള് അതായത് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേക്കപ്പ് ഇടാതെ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പോവും? മേക്കപ്പ് അധികം ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണോ? എനിക്ക് ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ പിന്നെ എനിക്ക് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ അത് വേറെ ആയിട്ട് വരും. അങ്ങനെ ഞാനത് എനിക്ക് തോന്നുന്നു എന്റെ മുഖത്തിന് അങ്ങനെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് മേക്കപ്പ് ഒന്നും ചേരാത്ത മേക്കപ്പിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാല്. എന്നാലും പക്ഷെ എന്നാലും നമ്മൾ ഈ സ്റ്റേജ് ഷോസും അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോ എന്തായാലും മേക്കപ്പ് എന്തായാലും അവർ ഡിമാൻഡ് ചെയ്യുമല്ലോ. കുറച്ച് ലൗഡ് ആയിട്ടുള്ള മേക്കപ്പ് വേണമെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഫംഗ്ഷനിലൊന്നും അങ്ങനെ താല്പര്യം ഇല്ല, അധികം താല്പര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സിനിമ നടിമാരിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് ആർക്കാ? മലയാള സിനിമയിൽ ആരെ വേണമെങ്കിലും പറയാം, അതായത് ഇന്ന ടൈം പീരീഡ് ഒന്നുമില്ല, ഇപ്പൊ ഇതുവരെയുള്ള ഫാഷൻ സെൻസ് എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നെങ്കിൽ ഫാഷൻ സെൻസ് പറയാം, അല്ലെങ്കിൽ മാനസിക കണ്ടിട്ട് ഇവര് കൊള്ളാം, അടിപൊളി അങ്ങനെ തോന്നുമല്ലോ. നമുക്കിപ്പോ പുറത്തുനിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരുടെ ഡ്രസ്സിങ് സെൻസ് കൊള്ളാം, അല്ലെങ്കിൽ മേക്കപ്പ് കൊള്ളാം, ഹെയർ സ്റ്റൈൽ കൊള്ളാം, അങ്ങനെ ഒക്കെ തോന്നിയ ഒരാളുണ്ടായിരിക്കുമല്ലോ. എനിക്കിത് ഫാഷൻ ആണോന്ന് തന്നെ അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ശോഭന മാം അവരുടെ ഓരോ ഫംഗ്ഷനും അതിനെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തും പോവും ആ ബോഡിയിലും ആ മുഖത്തിലും. എന്ന് വെച്ചാൽ ഇപ്പൊ ചേരാത്തൊരു ഫാഷൻ ഒന്നുമില്ല, അവരിടുന്ന എന്തും ഫാഷനാ. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും അതെല്ലാം ഭയങ്കര കറക്റ്റ് അല്ലേ, എന്തും ക്യാരി ചെയ്യും അവരുടെ. ഭയങ്കര ഭംഗിയെ കാണാൻ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോക്കലുണ്ട്. അല്ല, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമുള്ള പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടമുള്ള ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ അതേപോലെ സാരിയൊക്കെ എടുത്ത് അതുപോലെ ആവില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും എന്റെ കസിനും ചെറുതില് ഞങ്ങൾ എല്ലാ ദിവസവും വെക്കേഷന് വൈകിട്ടാവുമ്പം ഉള്ള ദുപ്പട്ടകളെല്ലാം എടുത്തോണ്ട് ഇറങ്ങും ഞങ്ങൾ വൈകിട്ട്. എൻ്റെ അമ്മ എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സപ്പ് എന്നാണ് ഞങ്ങളുടെ ആ ഗെയിമിന്റെ പേര്. ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ഇടും, എന്നിട്ട് വലിയ ഐഷാഡോ ഒക്കെ. അന്ന് ആ സമയം എന്ന് വെച്ചാൽ ഇപ്പൊ നയൻതാരയൊക്കെ ഇങ്ങനെ 2 കളർ ഐഷാഡോ ഒക്കെ ഇടുന്ന സമയം. അപ്പൊ ഞങ്ങൾ 2 കളർ ഐഷാഡോ, ഒരു 10,000 ക്ലിപ്പ്, അങ്ങനെയൊക്കെ ഞങ്ങള് ഡ്രസ്സപ്പ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ. ഓരോന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക. അപ്പൊ ഒരു സാരി ഉടുക്കാനുള്ള വലിപ്പമില്ല, ദുപ്പട്ടയിൽ ഒതുങ്ങാനുള്ള ബോഡിയുള്ളൂ, അതിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളത് ടീ അടയ്ക്കും പറയോ അതൊക്കെ നല്ല രസമായിരുന്നു, ഇപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ അത്രയും കോമാളിയേഷൻ കെട്ടാനുള്ള ധൈര്യം ഇല്ല. അന്നാണെങ്കിൽ കാണുന്ന എന്താണോ ഇന്നാവുമ്പോ എല്ലാരും ശ്രദ്ധിക്കും. അന്ന് പിന്നെ അധികം ഇന്ന് ഓൾറെഡി സെലിബ്രേറ്റ് ആയിരുന്നൊക്കെ. അല്ല, ഇപ്പൊ ശോഭന മാമിനെ ഇഷ്ടമാന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഇഷ്ടമുള്ള ആക്ട്രസിന്റെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻസ്പിറേഷൻ പോലെ എടുക്കാറുണ്ടോ? നമ്മളിപ്പോ ക്യാരക്ടർ അറിയുമ്പോൾ നമ്മൾ റെഫറൻസിനും കുറെ നോക്കുമല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാ ഡയറക്ടേഴ്സും പറയുന്നത് നിങ്ങൾ അങ്ങനെ മൂവി റെഫറൻസ് നോക്കരുത്, കാരണം അതൊരു ഇമിറ്റേഷൻ പോലെ ആയിപ്പോവും. അല്ലാതെ റിയൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ എന്താ ഈ ഡോക്യുമെന്ററീസ് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസ് വീഡിയോസ് പോലത്തെയോ അങ്ങനത്തെ നോക്കാം. പക്ഷെ എന്നാലും അതൊരു ടെംപ്ടേഷൻ ആണ്, ഇവർ ആ ക്യാരക്ടർ ചെയ്തപ്പോ എങ്ങനെ ചെയ്തത്, ഇപ്പൊ മറ്റേവർ ആൻസർ എഴുതിയപ്പോ എങ്ങനെ എഴുതിയെന്നൊക്കെ അറിയാനുള്ള ഒരു ടെംപ്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ ചെയ്ത ഒരു കാര്യം, പക്ഷെ അമ്മ അത് ഇപ്പൊ കേട്ടാലും ദേഷ്യപ്പെടും. അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്ന കേട്ടോ. മമ്മ ചിരിക്കും, കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് വിശ്വാസക്കുറവുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യുക.
അങ്ങനെയാണ്. എന്നാ അമ്മോട് പറയാണ്ട് ചെയ്ത എന്തെങ്കിലും കാര്യം അപ്പൊ ഇത് ഇപ്പൊ ചോദിച്ചാൽ അമ്മ പറയും അതിന് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യാൻ പറയാറുള്ളൂ. ശരിക്കും അമ്മ കൂടി ഇവിടെ വേണമായിരുന്നു ചോദിക്കണമെങ്കിൽ അല്ലേ. അപ്പൊ എന്താ പറയാ, അമ്മോട് പറയാതെ ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ പറയാതെ എങ്ങോട്ടെങ്കിലും പുറത്തു പോയതോ അങ്ങനെ എന്തെങ്കിലും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ പുറത്തു പോവാറേ ഇല്ല. അമ്മ നിർബന്ധിച്ചാണ്, എടാ മറ്റേ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് അല്ലേ, നീയൊക്കെ പോകണ്ടേ, അവരുടെ ഫംഗ്ഷനൊക്കെ പോകണ്ടേ, അങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര മറ്റേ ഈ ഒരു ടേർട്ടില് പോലെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന എല്ലാം അമ്മോട് ചോദിച്ചിട്ട്. അമ്മോട് ചോദിക്കലല്ല, അതിങ്ങനെ നമ്മൾ പറയും, ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ചെറുപ്പം തൊട്ടാണെങ്കിൽ അമ്മ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ദേഷ്യപ്പെടുക? മമ്മയോ? മമ്മയ്ക്ക് എന്റെ മമ്മ ഭയങ്കര സ്വീറ്റാണ്, ചീത്ത പറയാറില്ല. അതല്ലേ ഉദ്ദേശിച്ചത്? മമ്മയ്ക്ക് ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ ചിലപ്പോ ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഞാൻ പുറത്തു പോയാൽ ഞാൻ ഭയങ്കര പാവാണ്, പക്ഷെ വീട്ടിൽ ഞാൻ ഇപ്പൊ എന്നെ കളിയാക്കി എല്ലാവരും വീട്ടിലെ ഗുണ്ടാന്ന് വിളിക്കും. ചിലപ്പോ ഞാൻ കുറച്ച് ഔട്ട് സ്പോക്കൺ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കളയും. അത് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര വിഷമാവും. ഓക്കെ, അപ്പൊ ഗുണ്ടബിനു അവർക്ക് പുതിയ പേര് കിട്ടി. ഇനിയിപ്പൊ അങ്ങനെയായിരിക്കും ട്രോള് വരാട്ടോ ചിലപ്പോ, ഗുണ്ടബിനു. എന്നെ ആരും എന്നെ കളിയാക്കി എന്നുവെച്ചാ ഇതേപോലെ അങ്കിൾ എന്തോ ആണ് കളിയാക്കി അങ്ങനെ വിളിച്ചാ, ഇത് എന്നുവെച്ചാ പുറത്ത് പോയിട്ട് ഇത് പറയൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ വീട്ടിലാണെങ്കിൽ ഞാൻ ചുമ്മാ പറയും. അപ്പൊ എന്നെ വീട്ടിലെ ഗുണ്ട എന്ന് പേരിട്ടു. ഓക്കെ, അപ്പൊ ഗുണ്ട. ഇനി നെക്സ്റ്റ്, മോസ്റ്റ് എക്സ്പെൻസീവ് തിങ് യു ബോട്ട്? മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തേലും ഒന്ന്. ഈ ഇടയ്ക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഓക്കെ, അതാണ് ഇപ്പോൾ ലാസ്റ്റ് മേടിച്ചത്. നമ്മൾ ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഇഷ്ടമായിട്ട് മേടിച്ച ഒരു സാധനം ഉണ്ടായിരിക്കുമല്ലോ. എൻ്റെ ഫസ്റ്റ് എനിക്ക് കുഞ്ഞിൽ അഭിനയിച്ച പൈസ കൊണ്ടുപോയി FD ഇട്ടു SBIയില്. അത് പക്ഷെ കുഞ്ഞിലല്ലേ, നമ്മളിപ്പോ ഒരു ഏജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ ഇന്ന സാധനം വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കില്ലേ? ഉണ്ട് പറ, എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇല്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ വരുമ്പോൾ വാങ്ങാനുള്ളൂ. അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് കുറച്ച് പൈസ ഒന്നും ഇനി പോയി ഇത് വാങ്ങാം അങ്ങനെ ഞാൻ ചെയ്യാറ്. ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കുറച്ച് ഫ്രൂഗലും ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നോക്കിയൊക്കെ എടുക്കുള്ളൂ. ഇങ്ങനെ പിശിക്കാണോ അപ്പോ? യാ. ഞാൻ വിചാരിച്ചു ഭയങ്കര ഷോപ്പിംഗ് ഒക്കെ ക്രേസി ആയിട്ട് എല്ലാം ആയിരുന്നു ചെറുതിലെ. മറ്റേ ഈ ദുബായിന്ന് വരുന്നവരെ ഞാൻ അങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളതെല്ലാം മറ്റേ ബില്ലിങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന സാധനം. കൊച്ചി വന്നതിന് ശേഷമാണ് ഈ സ്വഭാവം വന്നത് അല്ലേ? എന്ന് വെച്ചാൽ തനിയെ ഞാൻ കുറച്ചും കൂടി ഇതൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത സാധനം വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാണ്. അങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്ന്? എനിക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കാറില്ല. അതെന്താ? അപ്പൊ വിഷമം വരില്ലേ? വിഷമം വരും. എന്നാലും എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കുമല്ലോ, അതെന്തും ആവാം. എൻ്റെ ദുബായിലെ ഫ്രണ്ട്സ്, കാരണം അവരെല്ലാവരും ഇപ്പോൾ ഓരോ സ്ഥലത്താണ്. പിന്നെ ഇപ്പോൾ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇടയ്ക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ്. അങ്ങനെ കോണ്ടാക്ട് അങ്ങനെ കീപ്പ് ചെയ്യാറുള്ള ആളാണോ? ഞാൻ കീപ്പ് ചെയ്യും. എനിക്ക് അവർ മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും, ഇടയ്ക്ക് ഓർക്കും. പക്ഷെ ചിലപ്പോൾ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് മെസ്സേജ് ചെയ്യാനോ വിളിക്കാനോ ഒന്നും ഞാൻ പോവാറില്ല. അപ്പോൾ അത് കാരണം വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും ഓക്വേർഡ് ആവും, എനിക്കും ഓക്വേർഡ് ആവും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് നീ വലിയ ആക്ട്രസ് ആയപ്പോ ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല? എല്ലാരും അവരവരുടെ ലൈഫിൽ ബിസിയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, അവരും ഇപ്പൊ ഓരോന്ന് പഠിക്കുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ തിരക്കില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാം. പോരട്ടെ, സിമ്പിൾ അല്ലേ, എത്ര സിനിമയായിപ്പോ. പക്ഷെ തെലുങ്ക് പറഞ്ഞാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ചെറുതായാലും മതി. ഇപ്പോ ഈ രവിപുരത്തിലൊക്കെ വേണമെങ്കിൽ പറയാം. ആണല്ലേ? പറയാം. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് ഷോ കഴിഞ്ഞു കിട്ടും നമുക്ക്. അയ്യോ, ഓർമ്മ കിട്ടുന്നില്ല. എന്നാ കുഴപ്പമില്ല, പോട്ടെ. അത് എന്നാ കുഴപ്പമില്ല, എന്നാ പ്രശ്നമില്ല, അത് തൽക്കാലം വിട്ടുകളെ. എന്നാൽ ഞാൻ അതിന് പകരം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകാറുണ്ട്, പുറത്ത് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ നമ്മളിപ്പോൾ മാനസേനെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പുറത്തുനിന്നുണ്ടായിരുന്നൊരു നമ്മൾ മറക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടൊരു ഈ പറഞ്ഞ പോലെ ഒരു ലീഡായിട്ട് ചെയ്യുന്നത് കാറ്റിലാണല്ലോ. അപ്പം അതുവരെ
അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല എനിക്ക്. പക്ഷെ കാറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ സോങ് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്താന്ന് തോന്നുന്നു ഞങ്ങൾ ഇതേപോലെ ഷോപ്പിങ്ങിന് നിന്നപ്പോൾ ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് ബോയ്സ്, അത്ര ആൺകുട്ടികളല്ല, അതിൽ നിന്നും കുറച്ചും കൂടെ യങ്ങർ ആയിട്ടുള്ള, അവർ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പായിരുന്നു. അവർ വന്നിട്ട് ചോദിച്ചു ചേച്ചി മാനസയല്ലേ. അപ്പം അതാണ് എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പൊ അതെനിക്ക് ഭയങ്കര അത് ഹാപ്പി ആയിട്ട്. ഇനിയിപ്പോ സാഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പുറത്തുനിന്നൊന്നും? ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. റാപ്പിഡ് ഫയർ കഴിഞ്ഞു, പക്ഷെ അതിലെ ഡയലോഗ് മാത്രം പറഞ്ഞില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? സിമ്പിൾ ആയിരുന്നില്ലേ? ഞാൻ അത്ര അങ്ങനെ ഇല്ല ഞാൻ 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഞാൻ ലാസ്റ്റ് ഡയലോഗ് പറയാത്ത തന്നെ ഞാൻ അതങ്ങനെ മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ചോദിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞത്. അപ്പം അന്ന് മാനസയുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ മൂവി വേൾഡ് മീഡിയ ആയിരുന്നു അന്ന് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയിൽ പുതിയ ഭാരവാഹികൾ വന്നു, പുതിയ ആൾക്കാരാണ് ഇപ്രാവശ്യം ഉള്ളത്. അതുപോലെ ഇടവേള ബാബു ചേട്ടൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഞാനതിനെ പറ്റി പറയാനായിട്ടില്ല. അത് ഫസ്റ്റ് അല്ല, എന്നാലും ഒരു മെമ്പറാണ്, ഇപ്പോൾ അമ്മയിലുള്ളൊരു മെമ്പറാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിനെക്കുറിച്ച് ഉണ്ടാവില്ലേ? ബാബുചേട്ടൻ പോയത് വിഷമം തന്നെയാണ്. കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പുള്ളിക്ക് ഇത് നോക്കിയിട്ട്. അപ്പോൾ പുതിയൊരാൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പം ബാബുചേട്ടന് ഇങ്ങനെ എന്താ നമ്മുടെ ഫങ്ഷൻസിനൊക്കെ നിന്ന് പറയുന്നതായാലും അറിയാം, അതിലെ ഓരോ കണക്കും അതൊക്കെ നല്ല എന്താ പറയുക നല്ലോണം അറിയാം. അപ്പം പുതിയൊരാൾക്ക് അത് പഠിച്ചു വരാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമല്ലോ. പക്ഷെ മാറ്റം എപ്പോഴും നല്ലതിനാണെന്നാണല്ലോ. മാറ്റം നല്ലതാണ്. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കോ? ഞാനോ? ട്രൈ ചെയ്യാം, എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം. ഡിസേർവിംഗ് ആയിട്ടുള്ള എത്രയോ പേരുണ്ട്, അവരെല്ലാരും കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ചേർന്ന് എനിക്കൊരു അങ്ങനെ ഡിസേർവിംഗ് എന്നല്ല. നമ്മളിപ്പോ ഒരു ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഓക്കെ എനിക്കിത് പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ വേണമല്ലോ. അതെ, ഞാൻ ഇപ്പൊ കണ്ടിടത്തോളം മാനസ് അത്യാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി തരുവാണെങ്കിൽ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യൂലേ? അങ്ങനെയൊക്കെ ഇപ്പൊ മാറുമല്ലോ അഭിപ്രായം. ചിലപ്പോ 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോ അല്ലെങ്കിൽ ഇപ്പൊ പറയാണ്, ഇപ്പൊ അവര് ഒരു റോള് തരുവാണ്, ഇന്നയാള് ഇപ്പൊ അതായത് മാനസേനെ ഞങ്ങള് ഈ ഒരു ഇതിലേക്ക് എടുക്കുന്നു, അപ്പൊ എന്തായാലും പറ്റില്ല എന്ന് പറയില്ല. അപ്പൊ നമ്മള് എന്തായാലും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുമല്ലോ, ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ ഫിലിം ഫീൽഡിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാല് മാനസേന എന്താ പറയാ? ഈ എന്തോ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്ന ഒരു ആബ്സല്യൂട്ട് കാര്യമല്ല. നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. ബാക്കി അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ പേർക്ക് ഈ പറഞ്ഞ പോലെ മൂവിക്കകത്തുള്ള അവരുടെ പേഴ്സണൽ റിലേഷൻസ് എഫക്റ്റ് ആവുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റാപ്പോ ബാക്കിയുള്ളവരുമായിട്ടുള്ള റാപ്പോ എഫക്റ്റ് ആവുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും ആരും എന്താ റെസ്ട്രിക്റ്റ് ചെയ്ത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കമ്പാരിറ്റീവ്ലി പണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടിയും ആൾക്കാർ പറയുന്നുണ്ടെന്നല്ലേ. ഇപ്പോൾ ഇക്വാലിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇക്വാലിറ്റി ഇപ്പോൾ ഷൈൻ ചേട്ടൻ്റെ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പേ സ്കെയിലിന്റെ ഡിഫറൻസ് ഒക്കെ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ലീഡിങ് ആക്ട്രസ് അത്രയും തന്നെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഈക്വൽ ടു എ മെയിൽ ആർട്ടിസ്റ്റ് അങ്ങനെ വരുമ്പോൾ ആ പേ സ്കെയിൽ ഈക്വൽ ആവുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അവരവരുടെ ഒരു മാർക്കറ്റും അവരുടെ ഒരു ഫാൻ ബേസും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും അവരെടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫെയർ ആണ്. ദ റീസൺ ബീയിങ് ഇപ്പോൾ ഒരു വലിയ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, അവർ പോലും മാർക്കറ്റ് ഇല്ലെങ്കിൽ സ്വന്തം മോനെയോ മോളെയോ ഇതിനകത്ത് അവരൊരു മൂവി കൊടുക്കില്ല. അപ്പോൾ അത്രയ്ക്കാണ് ഇവിടെ ഈ മാർക്കറ്റും ടാലൻറ്റിനും ഒക്കെ ഉള്ള എന്താ പറയുക വെയിറ്റേജ് ഉള്ളത്. ബിക്കോസ് കുറേ പേര് ഇത് അക്സെപ്റ്റ് ചെയ്യണ്ടേ. എനിക്ക് എൻ്റെ വീട്ടിലിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇത് ഭയങ്കര ഫെയർ. അപ്പം നമ്മൾ നമ്മുടെ എനിക്ക് തോന്നുന്ന ടാലൻറ്റും ഈ പറഞ്ഞ ഫാൻ ബേസും ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്തോറും ഈക്വാലിറ്റി കുറെ കൂടെ സ്റ്റെബിലൈസ് ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ മാനസയുടെ ഒരു രീതിയിൽ ഇപ്പോൾ ഇക്വാലിറ്റീനെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നു എന്നല്ലാതെ ചില കാര്യത്തിലൊന്നും ഇക്വാലിറ്റി ഒന്നും വരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ സ്ത്രീകളാണെങ്കിൽ പോലും ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എല്ലാ കാര്യത്തിലും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്തുന്നുമില്ല. അപ്പോൾ മാനസയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇക്വാലിറ്റി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മൂവി ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഞാൻ ജോലിക്ക് പോയി. ഞാൻ 2 years വർക്ക് ചെയ്തു.
എൻ്റെ കൂടെ വന്ന് ലെറ്റ്സ് സേ ഇറ്റ്സ് എ ഗൈ, അയാളും 2 years വർക്ക് ചെയ്തു, ഞങ്ങളുടെ പെർഫോമൻസ് ഒരേപോലെയാണ്, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരേപോലെയാണ്, എല്ലാം ഒരേപോലെയാണ്. അതിലപ്പം ആ ആൺകുട്ടിക്ക് കൊടുത്ത ഇൻക്രിമെൻറ്റോ ആ പെർസെൻറ്റേജ് തന്നെ എനിക്കും കിട്ടണം. അതാണ് എൻ്റെ അക്കോർഡിംഗ്ലി ഇക്വാളിറ്റി. ഇല്ലാതെ ഞാൻ 5 വർഷം വർക്ക് ചെയ്ത ഒരാളുമായിട്ട് 2 വർഷം നിൽക്കുന്ന ഞാൻ കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഇക്വാളിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേപോലെ വരുന്നു, ഒരേപോലെ പണിയെടുക്കുന്നു, അവർക്ക് ഈക്വൽ പേ ആയാലും ഈക്വൽ അഡ്വാൻറ്റേജസ് ആയാലും കിട്ടണം. അതാണ് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് എനിക്ക് ഇക്വാലിറ്റി. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു സംഭവം. അത് വായിച്ചിരുന്നു, കണ്ടിരുന്നു ന്യൂസ് അതിനെ റിലേറ്റ് ചെയ്തിട്ട്. അതായത് ഈ ഓൺലൈൻ മീഡിയാസിന് ഒരു നിയന്ത്രണം വേണം. അതായത് ഇപ്പോൾ മാനസ തന്നെ ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു മൂവിക്കോ പോകുമ്പോൾ ഇപ്പോൾ പുറകിൽ ഓൺലൈൻ മീഡിയാസ് വരുന്നത് കണ്ടിട്ടില്ലേ, ക്യാമറയൊക്കെ ആയിട്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് കുറെ ആക്ടേഴ്സ് എന്നെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ നിങ്ങൾ എവിടെ പോയാലും ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ല. അതായത് നമ്മുടെ പ്രൈവസി കടന്നവർ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സോഫാർ എനിക്കില്ല, കാരണം മിക്കവാറും അവരെല്ലാവരും അറിയാം, കുറെ കണ്ട് എല്ലാവരെയും അറിയാം. അപ്പോൾ അവർ കാണുമ്പോൾ പരിചയമുള്ളവരെ കാണുന്ന പോലെ ഉള്ളൂ. അപ്പോൾ അവർ എന്തെങ്കിലും ചോദിക്കും, അതിൻ്റെ ഇടയിൽ ഇത് വീഡിയോ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടി ഒരു പ്രൈവറ്റ് ആയിട്ട് ഞാനൊരു സ്ഥലം വിസിറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ആരും അറിയാണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ എന്താ അയ്യോ വരല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക. അതെ അതെ. അല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഭവത്തിൽ അതായത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രൈവസി കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുമ്പോഴെങ്കിലും അതിനെ ഷൂട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പൊ അവരൊരു പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലത്ത് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അവര് ചിലപ്പോൾ വെൽ ഡ്രസ്ഡ് അല്ലായിരിക്കും, ചിലപ്പോൾ അവരുടെ കൂടെയുള്ള ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, ഞാൻ മാനസയുടെ അതായത് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ഈ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണേന്ന്. അതെന്റെ പണ്ടത്തെ മുടി. അതായത് പണ്ടത്തെ അതായത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് ഇപ്പോഴും അത്യാവശ്യം നല്ല ഹെയർ ഒക്കെ ഉണ്ട്. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാറൊന്നുമില്ലായിരുന്നു. അത് ഇടയ്ക്ക് എന്റെ ഇഷ്ടത്തിന് വളരെ പ്രത്യേകിച്ച് ദുബായിലൊക്കെ എന്റെ ഇഷ്ടത്തിന് പോവും ആണല്ലേ. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ അങ്ങ് വളർന്നോളൂ. ചെറുതിലെ അമ്മാമ കുറേ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട് ഈ ഹെയർ എങ്ങനെയാ നോക്കുന്നേ, കൊഴിഞ്ഞു പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമന്റ്സ് കണ്ടു. അവര് ചോദിച്ചോണ്ടാന്ന് തോന്നുന്നു നിങ്ങൾ ചോദിച്ചോണ്ട് ആ മുടിയൊക്കെ കൊഴിഞ്ഞു പോയെന്ന് പറയുന്നത്. ഓക്കെ. അല്ല എങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, സ്പെഷ്യൽ എന്തെങ്കിലും കെയറോ അല്ലെങ്കിൽ അമ്മയുടെ വക എന്തെങ്കിലും കാച്ചിയ എണ്ണ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കാച്ചിയ എണ്ണ ഉണ്ടോ? അമ്മ എല്ലാത്തിനും ചിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. ഇല്ല അല്ലേ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ കാവ്യ മാധവൻ, മഞ്ജു വാര്യര് അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെയർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഹെയർ ഓർമ്മ വരിക. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ അവർ മുടി വെട്ടിക്കളയും, ഷോർട്ട് ഹെയർ ആക്കും. എല്ലാവരും അങ്ങനെയാ. പക്ഷെ മാനസ മാത്രം അങ്ങനെ വെട്ടി. എനിക്ക് ഇവിടം വരെ മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഇവിടം വരെ ഞാനും വെട്ടി. ഇനി കയറ്റി വരുമായിരിക്കും. അവസാനം അടുത്ത് 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോ ഇത്രയായിരിക്കും. ആ വീട്ടിൽ അമ്മൂമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അമ്മൂമ്മയ്ക്കൊക്കെ ഇഷ്ടമാണോ ഈ പഴയ ആൾക്കാരുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മുട്ടോളം മുടി അങ്ങനെയൊക്കെയാണ്. കുറെ നാളില്ല ഇതിങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് അറ്റത്തൊന്നും കട്ടിയില്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് ലിറ്ററലി തിൻ. എന്നാലും അമ്മ പറയും അയ്യോ നീളമുള്ള മുടി വെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ നാൾ അങ്ങനെ നടന്നു. പിന്നെ അവസാനം എനിക്ക് മടുത്തു, അങ്ങനെ ഞാൻ എന്നിട്ട് പോയി ഷോർട്ടാക്കി. ഇപ്പോഴേ നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളം മാത്രമല്ല ഒരുവിധം ആക്ട്രസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗ്ലൂട്ടാത്തിയൻ യൂസ് ചെയ്തിട്ടാണോ ഇത്രയും സൗന്ദര്യം എന്ന്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലൂട്ടാത്തിയോ എന്ന് പറഞ്ഞിട്ട്. ചോദിച്ചിട്ടില്ല. അതിനെ കുറിച്ച് അറിയില്ലേ ഗ്ലൂട്ടാത്തിയൻ? സ്കിൻ വൈറ്റ്. അതായത് നമ്മള് അത് മെഡിസിൻ ആയിട്ടും ഉണ്ട്, ഇൻജെക്ട് ചെയ്യും ചെയ്യാം. ഞാനിങ്ങനെ ചോദിച്ചാൽ താഴെ കമന്റ്സ് എനിക്കതൊന്നും അറിയില്ല. അല്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ ബോളിവുഡിലൊക്കെ ഒരുപാട് ആക്ട്രസ് അവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മുഖത്ത് പിമ്പിള് വരില്ല, നല്ല ക്ലിയർ സ്കിൻ ആയിട്ട്. ഇപ്പോൾ മാനസയുടെ സ്കിൻ കണ്ടെടുത്തോളം പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കമന്റ്സ് ഇടും, എന്തായാലും കമന്റ്സ് ഇടും. അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അങ്ങനെ നല്ല സ്കിൻ ഒരു പ്രശ്നമില്ല. എനിക്ക് കൊതിയാവുന്നു. എന്റെയൊക്കെ ചിലപ്പോ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുരുവൊക്കെ ഉണ്ടാവില്ല. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ 3 പ്രാവശ്യം മുഖം കഴുകും, ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകും. അന്ന് ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞേക്കും? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു 12th സമയത്തൊക്കെ ഞാൻ ഭയങ്കര എക്സ്പെരിമെന്റിങ് ആയിരുന്നു എൻ്റെ മുഖത്ത്. കാരണം അപ്പോഴാണല്ലോ ഈ പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം. അപ്പം ഞാൻ ചെയ്യാനൊന്നുമില്ല, ഞാൻ തന്നെ ഇന്റർനെറ്റിലൊക്കെ പോയി നോക്കിയിട്ട്
ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു മരുന്നാണ് പിമ്പിൾസിന് നല്ലത്. അത് ഞാൻ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് കുറേ ഇട്ടു. എൻ്റെ മുഖത്ത് മൊത്തം പിമ്പിൾസാന്ന് പറഞ്ഞാൽ മൊത്തം ഇട്ടു. അങ്ങനെ അതിൻ്റെ റിയാക്ഷൻ ഒക്കെ വന്നു. അന്ന് ഞാൻ വിചാരിച്ച് തീർന്നു, എല്ലാം കട്ടപ്പുകയായെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായി ഓവറായിട്ട് ഒന്നും ഇടാൻ പാടില്ല. പിന്നെ ഇപ്പോൾ മേക്കപ്പ് ആയാലും നമ്മൾ കുറേ ഇട്ട് നമ്മുടെ പോർസൊക്കെ അടച്ചു കഴിയുമ്പോഴാണ് അത് പിന്നെ എന്താ പിമ്പിളായിട്ടും അങ്ങനെയൊക്കെ. അപ്പം എല്ലാം കുറച്ച് കുറച്ച് യൂസ് ചെയ്യുക. അതിനുശേഷം ശരിയായി. ഇപ്പം പിന്നെ ശരിക്കും ഡോക്ടറെ പോയി കണ്ടു. ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ക്ലിയർ സ്കിന്നാണ്. അങ്ങനെ അതൊരു മിത്ത്. അങ്ങനെ ഒരു ക്ലിയർ സ്കിൻ എന്നൊരു സാധനം ഇല്ല. നമ്മൾ വാക്സ് സ്റ്റാച്ചു പോലെ ഇരിക്കില്ല. ഫസ്റ്റ് തിങ്, നമുക്കിപ്പോൾ അണ്ടർ ഐ സർക്കിൾസ് ഉണ്ടായിരിക്കും, നമുക്ക് അവിടെ ഇവിടെ പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന മൊമെന്റിൽ നമ്മുടെ ബോഡി നമ്മുടെ സ്കിന്നിന് എന്താ കുറെ കൂടെ നറിഷ് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്കും ചെറുതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ എന്താ ആക്ട്രസസിനെ ഒക്കെ കാണുമല്ലോ, അവർ ഈ മറ്റേ ഗ്ലോയി ജോ ലൈനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്കും അങ്ങനത്തത് വേണം. പക്ഷെ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുന്തോറും എന്ത് ചെയ്യും, സ്കിന്നിന് അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് പല സാധനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ വെറുതെ ഒരു നോർമൽ റുട്ടീൻ ഫോളോ ചെയ്യുക, അപ്പം എല്ലാം സെറ്റാവും. ഇപ്പോൾ നമ്മുടെ ഈ ഫിലിം ഫീൽഡിൽ ശരിക്കും മേക്കപ്പ് ആവശ്യമുണ്ടോ? അതായത് ഇപ്പോൾ നമ്മളൊരു സാധാരണക്കാരനോട് ചോദിച്ചാൽ പോലും പറയും, സിനിമയിലെല്ലാം അഭിനയിക്കുന്ന ഒരുപാട് പുട്ടിയിട്ടിട്ടായിരിക്കും, അങ്ങനെയുള്ള ചിന്തിക്കുന്നവരുണ്ട്. ശരിക്കും എങ്ങനെയാ മേക്കപ്പ് ആവശ്യമുണ്ടോ? അഭിനയിക്കുമ്പോഴാണ്. അതെ, അഭിനയിക്കുമ്പോൾ അത് അവരുടെ ഡിസിഷൻ അല്ലേ. ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം സ്കിൻ ടോൺ ഒന്ന് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ആ ക്യാരക്ടറുടെ സ്കിൻ ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഒരു ഡൈമെൻഷൻ വേണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടല്ലേ നമ്മൾ. അല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഡെയിലി കോളേജിൽ പോകുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഇപ്പം അതിൽ ഒരിക്കലും എനിക്ക് കോളേജിൽ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇടാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും ബെയർലി കുറച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഓക്വേർഡ്നെസ് വരുത്താത്ത രീതിയിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാല് മേക്കപ്പ് ആവശ്യമുണ്ടോ ചോദിച്ചാൽ ആവശ്യമുണ്ട്. ചില റോൾസിന് ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ശരിക്കുള്ള സ്കിൻ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ഇപ്പൊ കുറെ മേക്കപ്പ് വന്നതിന് ശേഷം എല്ലാവർക്കും ഇപ്പൊ അതിനൊരു മടിയാ, നമ്മുടെ ഓൺ സ്കിൻ എന്താന്ന് കാണിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ വീട്ടിലായാലും പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കയറി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയാ. കാരണം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോസ് എങ്ങനെയാ, ആദ്യം ക്രീം, അത് കഴിഞ്ഞിട്ട് കൺസീലർ, അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ലെയർ. ഇത്രയും ട്യൂട്ടോറിയൽ വീഡിയോസിലൊക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും വിചാരം ക്ലീൻ സ്കിൻ എന്ന് പറഞ്ഞാൽ അതൊരു പോസിബിൾ. അങ്ങനെ നമ്മൾ ഫ്ലോലെസ് ആയിട്ട് വാക്സ് സ്റ്റാച്ചു പോലെ എന്തായാലും ഇരിക്കില്ല. അവിടെ ഇവിടെയും പാട് കാണും, അതല്ലേ അതിൻ്റെ ഒരു പ്രത്യേകത. ചിലപ്പോൾ ചുമക്കും, ചിലപ്പോൾ ഇവിടെ ഒരു കറുത്ത പാട് കാണും, അതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത. മാനസയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, മാരേജ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. കൺസെപ്റ്റ് ഒന്നും അങ്ങനെ എന്താ പറയാ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളായിരിക്കണം, എന്തെങ്കിലും സംസാരിക്കാൻ ഫ്രീഡം ഉള്ള അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. വേറെ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ എന്നെ പൊന്നു പോലെ നോക്കണം, അങ്ങനത്തെ ഒന്നുമില്ല. അതാണ് ഉദ്ദേശിച്ചത്. അതായത് എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, അതാണ്. അങ്ങനെ പറ, ഞാൻ വിചാരിച്ചു ഓക്കെ. പിന്നെ എനിക്കറിയാം എന്റെ സ്വഭാവം ടോളറേറ്റ് ചെയ്യാൻ പാടുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് ഞാനൊരു പാവാണ്, അപ്പൊ എന്നെ അതുപോലെ നോക്കുന്ന ഒരാൾ വേണം, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? എന്താ, അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ഇഷ്ടം? എനിക്ക് ലവ് മാരേജ് മതി, പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അമ്മയാണ് കേട്ടോ, അമ്മയോടെ ഇരുന്നിട്ട് മനസ്സിലായി ശരിയാക്കി തരാന്നൊക്കെ. അമ്മക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? മമ്മ പറയുന്നത് മമ്മയ്ക്ക് ഇനി പോയി തപ്പാനൊന്നും വയ്യ, അപ്പൊ ആരെ വേണമെങ്കിലും പ്രേമിക്കാം, ഒരു പ്രശ്നമില്ല അല്ലേ? മമ്മ എന്നിട്ട് എന്റെ സ്വഭാവം കാണുമ്പോൾ പറയും ഇങ്ങനെ പോയാ കിട്ടില്ല, എളുപ്പമല്ല. പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വന്ന പ്രൊപ്പോസൽ ഏതാ? ആദ്യമായിട്ട് വന്ന പ്രൊപ്പോസൽ ഞാൻ ഉണ്ടായിരിക്കുമല്ലോ, ഇല്ലെന്ന് പറയുന്നത്. ഇത് നല്ല കോമഡിയാണ്. പ്രൊപ്പോസലേ അല്ല ഇത് ആക്ച്വലി. എന്ന് വെച്ചാൽ ഞാൻ എഞ്ചിനീയറിംഗിന് ചേർന്ന സമയത്ത് ഫസ്റ്റ് ഇയർ, അപ്പോൾ ഞങ്ങളുടെ പേജ് നോക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ആളിങ്ങനെ സംസാരിച്ചു, ഞാൻ നമ്പർ കൊടുക്കട്ടെ, അപ്പം മമ്മയെ സംസാരിക്കും, കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. കൊടുത്തിട്ട് അയാളിങ്ങനെ പറയാ, നിങ്ങൾ കൊച്ചിയിലാണല്ലേ? അപ്പോൾ മമ്മ പറഞ്ഞു ഞങ്ങൾ കൊച്ചിയിലാണ്. ഞങ്ങൾ തൃശ്ശൂർ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. അപ്പം മമ്മ നിങ്ങൾ തൃശ്ശൂരാണല്ലേ, ശരി. അപ്പോൾ പയ്യൻ അടുത്ത മാസം വരും. അപ്പം മമ്മ ഇത് കേൾക്കുന്നത് എന്താ, സിനിമയുടെ പ്രോജക്റ്റാന്ന് വിചാരിച്ച മമ്മ കേൾക്കുന്നത്. മമ്മ പയ്യൻ ഹീറോ അടുത്ത മാസം വരും. അപ്പം നമുക്ക് ഈ പ്രൊപ്പോസൽ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ? അപ്പം മമ്മയുടെ മനസ്സിൽ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് പ്രോജക്റ്റ്, സിനിമയുടെ പ്രോജക്റ്റ്. അമ്മ പറഞ്ഞു നമുക്ക് നോക്കാം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേഗമായിട്ട് അങ്ങ് ഫോൺ വെച്ചു. പിന്നെ ഇവർ അയക്കുമ്പോഴാണ് മനസ്സിലായത് ഇവർ ആക്ച്വലി കല്യാണ ആലോചനയായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ. പക്ഷെ നമ്മൾ വിചാരിച്ചു
ഇതെന്തോ മൂവിയുടെ അല്ലാണ്ട് ഡയറക്റ്റ് വന്നിട്ട് ആരെങ്കിലും കോളേജിലൊക്കെ പഠിച്ചതല്ലേ ആ സമയത്ത്? ഒരിക്കൽ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതങ്ങനെ വലിയ കഥയൊന്നുമില്ല. അത് ഒരു സീനിയർ വന്ന് പ്രപ്പോസ് ചെയ്തു. അമ്മോടൊക്കെ പറഞ്ഞിരുന്നു. അമ്മ മനസ്സിലായി ഓ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇതൊക്കെ ഉണ്ടായല്ലേ എന്നൊക്കെ. നമ്മളെല്ലാം പെൺപിള്ളേരെ എല്ലാം പറയുന്നില്ല, ചില സീക്രട്ടുകളൊക്കെ ഉണ്ടാവും. അറിയോ? പിന്നെ റിലേറ്റീവ്സിന്റെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും സംസാരങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇങ്ങനെ ആരുടെയും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ? കോളേജിലൊന്നും അങ്ങനെ ക്രഷ് തോന്നിയ ഒരാളൊന്നും ഇല്ല കോളേജില്? ഒട്ടുമില്ല? വിശ്വസിച്ചിട്ടില്ല ഞാൻ. എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുമ്പോ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ സീനിയേഴ്സിനൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഞാൻ കോളേജിൽ പോകുന്ന തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ പരീക്ഷ എഴുതാൻ വേണ്ടിട്ടാ ഞാൻ പോണം. ആ സമയത്ത് എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഉണ്ണിമായ ആന്റണി. അവരാണ് എന്നെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിയത്. കാരണം എനിക്ക് ക്ലാസ് ഒക്കെ മിസ്സാവുന്ന ക്ലാസ് എല്ലാം അവര് ഫുൾ എനിക്ക് കവർ ചെയ്ത് തരും. ലാബ് ഞാനപ്പോ ഇങ്ങനെ ഇടയിൽ ആയിരിക്കും പോകുമ്പോ ഞാനിങ്ങനെ ഈ ബോർഡ് കണ്ട് ഇങ്ങനെ പ്ലിങ് അടിച്ചിരിക്കും. കാരണം എനിക്ക് മിസ്സായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട്സാ എനിക്ക് എല്ലാം കവർ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ആരോടും ക്രഷ് തോന്നിയിട്ടില്ല? ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ജസ്റ്റ് മുട്ടി നോക്കിയതാ കിട്ടിയാലോന്നുണ്ട്. പക്ഷെ പറഞ്ഞില്ല ഗൈസ്. പറയണമെന്നൊക്കെ ഉണ്ട്, ഒന്നുകൂടി ട്രൈ ചെയ്താൽ കിട്ടും. എന്നാലും സാരമില്ലെന്നൊക്കെ. കോളേജിലൊന്നും മാരേജ് അപ്പൊ ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല, പ്രതീക്ഷിക്കണ്ട. ഇല്ല, കുറച്ചുകൂടി കഴിഞ്ഞ് ഒന്ന് സെറ്റായി കുറെ റോൾസ് ഒക്കെ അഭിനയിച്ച് അങ്ങനെയാണ് ആഗ്രഹം. കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി എന്ന് വെച്ചാൽ. ഫ്രീ ടൈമിലൊക്കെ എന്താ ചെയ്യാറുള്ളത്? ഫ്രീ ടൈമിൽ സിനിമ കാണും. അതെ, എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല? വരയ്ക്കുക അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുക? ഇടയ്ക്ക് ഞാൻ വീണ പഠിച്ചിരുന്നു. അത് ഇടയ്ക്ക് പെരുമാറും. അങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു വീണ കിട്ടാനില്ലാണ്ടായി പോയില്ലെങ്കിൽ ഞാൻ വീണയും കൂടി വായിപ്പിച്ചിരുന്നു. കിട്ടാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പറയണം. അതെ 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 അതെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മുന്നേ അറിയുവാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചിരുന്നൊക്കെ. സ്റ്റുഡിയോയിലേക്ക് വരുമ്പോ വലിയ വീണ. വീട്ടിലുണ്ടോ? വീണുണ്ടോ? ഉണ്ട്. പിന്നെ പിന്നെന്താ, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ. പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണോ? പെറ്റ്സ് ഇഷ്ടം. വീട്ടിലുണ്ടോ? ഇല്ല. ഞങ്ങളുടെ നെയ്ബറുടെ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ നെയ്ബറിന് ഒരു ഗോൾഡൻ റിട്രീവർ ഉണ്ടായിരുന്നു. അവനാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. അതെന്താ അങ്ങനെ? അങ്ങനെയല്ല എന്ന് വെച്ചാ അത് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ഈ ആനിമൽസിന്റെ അടുത്തുള്ള പേടിയും അതൊക്കെ കുറെ മാറി. എല്ലാം കാണുമ്പോൾ എനിക്ക് അവനായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എന്തെങ്കിലും പെറ്റ് നായോ അല്ലെങ്കിൽ പൂച്ച. പക്ഷെ അമ്മ പറയുന്നത് ഒരെണ്ണത്തിനെ വളർത്തിയ എനിക്ക് മതിയായി, ഇനി ഒരെണ്ണം കൂടെ വളർത്താൻ വയ്യാന്ന്. അതുകൊണ്ട് പിന്നെ അമ്മ എന്നെ ഇവിടെ നാണം കെടുത്തി കൊല്ലോലോ ഭഗവാനേന്നൊക്കെ. ശരിക്കും അമ്മയും കൂടി വേണമായിരുന്നു കേട്ടോ ഇവിടെ. ആന്റി നല്ല കൂളാട്ടോ, അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ലെന്നൊക്കെ. അപ്പൊ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി മാനസ ശരിക്കും പറഞ്ഞാല് ആക്ട്രസ് മാത്രമല്ല കേട്ടോ, നന്നായി പാട്ട് പാടും, ഡാൻസ് കളിക്കുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ഇവിടെ ഡാൻസ് കളിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. അപ്പൊ ഒരു പാട്ട് പാടാല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പുതിയ പാട്ടൊന്നും പഠിച്ചില്ല. നമ്മുടെ ഓഡിയൻസിന് പുതിയതൊന്നും ഇല്ല, നമ്മൾ ഏത് പാട്ടും പറയും. ഒരു പാട്ട് പാടണം എന്തായാലും. ഞാൻ സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്ന 2 പാട്ട് എന്റെ സ്റ്റോക്ക് ഉള്ളൂ. ഒന്ന് മാറ്റി പിടിക്കാൻ വേണമെങ്കിൽ എന്നാ ഞാൻ മൂങ്കിൽ തോട്ടം പാടാം. അതാണ് എന്റെ മാസ്റ്റർ പീസ് ആയിട്ടൊന്നും തോന്നല്ലേ? അങ്ങനല്ല, നമുക്ക് ചുമ്മാ പോയി ഒരു പാട്ട് പാടിയ സംഗതി തെറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടല്ലേ? അന്നോ കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ എത്രത്തോളം സംഗതി വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ. ലിറിക്സ് അറിയാവുന്ന ഉദ്ദേശിച്ചോളൂ. ഓക്കെ പാടിക്കോ. ശരി, പോരട്ടെ. റെഡി, 1 2 3 പാടിക്കോ. मूंगेल तोटो मूले हवासो निरंज मौनो नी पाडुंगी दो पौर्णमीरव पनिविडुम काड ഒത്തയടിപ്പാത ഉൻ കൂട പൊടിനട ഇത് പോതു എനക്ക് ഇത് പോതുമേ വേറെന്ന വേണു നീ പോതുമേ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സൂപ്പർ ആയിട്ട്. ഇത്രയും നന്നായി പാടറിഞ്ഞിട്ട് ഞാൻ പാട്ട് പാടാണ്ട് പോയി കഴിഞ്ഞാൽ ഇവര് ചോദിക്കില്ലേ എന്താ കുട്ടീനെ കൊണ്ട് പാട്ട് പാടി? ചോദിക്കും. ഞാൻ പക്ഷെ അതല്ല, ഞാൻ യൂട്യൂബിൽ പാടുന്നത് കണ്ടു, അപ്പൊ ഞാൻ വെറുതെ വിടില്ലല്ലോ. അതല്ല, ഇപ്പൊ അമ്മയ്ക്ക് ഒരു പാട്ട് ഞാൻ പറയാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാല് ഏത് ഡെഡിക്കേറ്റ് ചെയ്യും? വേണു നീ പോതുമേ. ഇച്ചിരി ചമ്മിപ്പിക്കും. അതെ,
അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാനൊക്കെ? ഇല്ല, ഞാൻ ആദ്യം ചോദിച്ചപ്പോ ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാ പാടി. ഞാൻ അന്നത്തെ എന്റെ മൂഡ് പോലെ ആയിരിക്കും അമ്മ സോപ്പിടാൻ വേണ്ടി ഓരോരോ പാട്ടുകളൊക്കെ. ഓക്കെ, സോപ്പിടാനുള്ള ഐഡിയ കേട്ടോ പാട്ട്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, ഞാൻ പാട്ടൊന്നും പാടും. ഞാൻ പാട്ട് പാടിക്കാൻ ചിലപ്പോൾ അമ്മയുടെ മൂഡ് മൊത്തത്തിലേ മാറിപ്പോവും. പാടും എന്തായാലും. ഞാൻ ഇപ്പൊ പാടണോ? വേണം, അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാനാണ് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നത്. പാലാഴി നിലാവും അമ്മ എന്റെ മാത്രം ലിറിക്സ് ഒക്കെ മാറി പോയി, പക്ഷെ എന്നാലും അമ്മയ്ക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാണ്. കൊള്ളാം, നന്നായി പാടുന്നുണ്ട്. വേണമെങ്കിൽ ഇനി സിനിമയിൽ ഓഫറൊക്കെ കിട്ടും. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അങ്ങനെയാണ്, അഭിനയിക്കുന്നു പാടുന്നു. ഇപ്പൊ ധനുഷൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ ലാലേട്ടൻ പാടുന്നുണ്ട്, എല്ലാവരും പാടുന്നു. അങ്ങനെയൊന്നും ഇല്ല, ചില ഓപ്ഷൻ വരാട്ടോ, പറയാൻ പറ്റില്ല. അന്ന് ഞാൻ ഓർക്കാട്ടോ, എന്റെ അടുത്ത് എന്നെ ഓർക്കണം, ഞാൻ പറഞ്ഞു എന്ന് ഓർക്കണം. അല്ല, ഇപ്പൊ അങ്ങനെയുണ്ട്, എല്ലാരും പാടുന്നു, സ്വന്തം സിനിമയിൽ തന്നെ പാടി അഭിനയിക്കും. നമ്മുടെ തലപ്പത്തി വിജയൊക്കെ അതെ, ലാലേട്ടൻ പാടിയിട്ടുണ്ട്, ധനുഷ് പാടിയിട്ടുണ്ട്, അതുപോലെ മാനസ രാധാകൃഷ്ണനും പാടി അഭിനയിക്കുന്ന സിനിമ. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകളൊക്കെ ഏതാ? ഇപ്പൊ ഞാനൊരു കന്നഡ മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആണ്, എവിടെയാ അതിന്റെ ഷൂട്ടും കാര്യങ്ങളും? അത് ബാംഗ്ലൂരിലാണ്. ആണ്, ഓക്കെ. മലയാളത്തിൽ ഇനി ഏതെങ്കിലും പ്രൊജക്ട്സ്? മലയാളത്തിൽ ഇപ്പൊ ഞാൻ നമ്മുടെ ഹരികൃഷ്ണൻ ചേട്ടന്റെ കൂടെ ചെയ്തൊരു മൂവി കഴിഞ്ഞു, അതിപ്പോ ഓൾമോസ്റ്റ് റിലീസിന് നിൽക്കുകയാണ്. ആണ്, ഈ വർഷം തന്നെ ഉണ്ടായിരിക്കും. ഓർമ്മചിത്രം സിനിമ. ഓർമ്മചിത്രം തെലുങ്കില് അഭിനയിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയാ അവിടുന്ന് ഒരുപാട് കോൾസ് ഒക്കെ വന്നിരുന്നു, പുതിയ ഓഫേഴ്സ്? അവിടുന്ന് അപ്പൊ എന്താ നല്ലത് നോക്കി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ ഒരു കോള് വരികയാണ്, വിജയ് ദേവരകൊണ്ടയാണ് നായകൻ, അഭിനയിക്കാൻ വിളിക്കുന്നു. എന്താ തോന്നുക? ഞാൻ എന്താന്ന് വെച്ചാ അല്ല, ഇപ്പൊ RGV വിളിച്ചത് അങ്ങനെയാണല്ലോ, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അതുപോലെ വിളിക്കുകയാണ്, വിജയ് ദേവരകൊണ്ടയാണ്, ഇപ്പൊ മാനസയാണ് ആക്ട്രസ് ആയിട്ട് വരുന്നത്. എന്താ ഉണ്ടാവുക? ചിലപ്പോ ബോധം കിട്ടും. അതെ, ഇഷ്ടമല്ല. എന്താ ഈ പറയുന്ന ആൾക്ക് ഇഷ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ക്രഷ് തോന്നിയ ആളായിരുന്നു. ഗീതാ ഗോവിന്ദൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്രഷ് അടിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ. അപ്പൊ കിട്ടിയാ പോവും, ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പൊ ഇനി കന്നഡയുണ്ട്, മലയാളം ഉണ്ട്, ഒരുപാട് ഫിലിമുകൾ വരുന്നുണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ചോദിച്ച സംഭവം റാപ്പിഡ് ഫയറിലാണ് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ അപ്പം ലീഡിങ് റോളൊക്കെ. അതെ, ലീഡിങ് റോളൊക്കെ ശരിയാ വന്നേക്കാം. മമ്മൂക്കേനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞത്. അപ്പൊ മമ്മൂക്കയുടെ കൂടെയൊക്കെ പറയല്ലേ, ഞാൻ നിർബന്ധിച്ചോണ്ട് ഞാൻ പറഞ്ഞു. എന്നാലും മമ്മൂക്കേനെ ഇഷ്ടാന്ന് പറയുന്നത് എന്താ നല്ല കാര്യമല്ലേ. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാം, മകളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോളുകൾ കിട്ടേണ്ടതാണ് അല്ലേ. ചിരിച്ചതല്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സിനിമകളൊക്കെ, പുതിയ പ്രൊജക്റ്റുകളൊക്കെ അടിപൊളിയാവട്ടെ. താങ്ക് യു. പുതിയ വരാൻ പോകുന്ന ഇനിയും ഒരുപാട് സിനിമ 2024 അടിപൊളിയായിട്ട് പോകട്ടെ. അതെ, 2024, 2025, 2026 അടിപൊളിയാവട്ടെ, അറ്റം വരെ. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമകളൊക്കെ അടിപൊളിയാവട്ടെ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹം പോലെ തന്നെ എല്ലാ ഡിഫറെന്റ് റോൾസ് കിട്ടട്ടെ. അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണണം, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ശരി.